ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവരും നോമ്പൊക്കെ ഇങ്ങനെ പോകുന്നു, റാഹത്തായി പോകുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല ഇവിടെ. അപ്പം നമുക്ക് നോമ്പ് തുറണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഒരുക്കങ്ങളാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടോ. അപ്പം ഇന്നിതാ ഇന്ന് തൊട്ടിലൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ട്. തൊട്ടിലിൻ്റെ സ്ഥാനം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബെഡ്റൂമിൽ ഹുക്ക് നേരെ കട്ടിലിൻ്റെ മുകളിലാണ് വന്നത്. അപ്പം കട്ടിൽ തിരിച്ചിടാനാണ് എന്നെ കൊണ്ടാവണമില്ല, പിടിക്കാൻ ആരുമില്ല അതിനും. അപ്പോൾ അത് താൽക്കാലികം ഞാൻ എന്നാൽ ബെഡിൻ്റെ മുകളിൽ തന്നെ തൊട്ടില കെട്ടി അങ്ങനെ ആക്കിയതാട്ടോ. ആൾ തൊട്ടിലേൽ ഉറങ്ങൂല, എന്നിട്ട് ഇങ്ങനെ ആടി കളിക്കുക ചെയ്യാം. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കൊട്ടി ഓളങ്ങനെ ഊഞ്ഞാലാടി കുത്തിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അകവും കൊലായൊക്കെ അടിച്ചു വാരാണ്. അപ്പോൾ നോമ്പിന് പ്രത്യേകിച്ച് അങ്ങനെ പണികളൊന്നുമില്ല, അറിയാലോ. അപ്പം എന്താ പറയുക, നോമ്പിൻ്റെ അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനെന്നോ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊലായൊക്കെ അടിച്ചു വാരി. ഇനി ഫുഡ് ഉണ്ടാക്കുക അതൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ വലിയൊരു ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞിട്ടി. അങ്ങനെ ഞാൻ അക്കുങ്കൊലായൊക്കെ അടിച്ചു വരതിന് ശേഷം മുകളിൽ പോയപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഇത് മുത്ത് കുഞ്ഞായപ്പോൾ വാങ്ങിയ വണ്ടിയാണ് കേട്ടോ. മുത്തിന് എനിക്ക് തോന്നുന്നു ഒരു 3 or 4 വയസ്സായപ്പോൾ വാങ്ങിച്ച വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനി ചാർജ് ആക്കണമെങ്കിൽ ബാറ്ററി മാറ്റണം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഇട്ടച്ചാണ്. ഇനി ഇത് വന്നിട്ടൊക്കെ സമയം പോലെ ആക്കാമെന്ന് വിചാരിച്ച് വെച്ചാണ്. അപ്പോൾ റെഡി ആക്കണം. ഇനി ആൾക്ക് വണ്ടി കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പക്ഷേ ഞാനിങ്ങനെ തള്ളി കൊടുക്കണം. പിന്നെ നമ്മൾ ജീപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ജീപ്പിൻ്റെയും ബാറ്ററി ഇറങ്ങിപ്പോൾ ഈ ഇലക്ട്രോണിക്കിൻ്റെ എല്ലാ സംഭവവും ഇങ്ങനെ തന്നെയാണ്. എന്നാലും കുറേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും മുത്തൊക്കെ. പിന്നെ ഇപ്പം ദുവാക്ക് വേണമെങ്കിൽ ഇനി ബാറ്ററി മാറ്റിയെടുക്കണം. അപ്പോൾ അന്ന് മുത്തിന് ക്ലാസ് ഇല്ലായിരുന്നു കേട്ടോ. SSLC എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് ദിവസം ലീവ് വന്നതാണ്. സ്റ്റഡി ലീവായിട്ട് വെൽഗോ എക്സാം ആണല്ലോ. അപ്പം അന്ന് 6-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ അന്ന് സ്റ്റഡി ലീവായിട്ട് ഒരു ദിവസം ലീവ് തന്നതാണ്. അപ്പോൾ ഞാൻ അവനോട് കടയിലൊന്ന് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മോക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി എടുക്കട്ടെയാണ്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഈ ഫ്ലാറ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് കട വരുന്നത്. അപ്പോൾ കുറേ ഓടാനൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സൈക്കിളിൽ പോയിക്കോ. അപ്പോൾ അവന് വണ്ടി എടുക്കാനൊരാഗ്രഹം, പേടിയാണ്. അപ്പോൾ ദൂരോട്ടൊന്നും പോയില്ല, ഇങ്ങനെ അടുത്തോളം ഇങ്ങനെ ഓട്ടി കളിക്കും കേട്ടോ, മുറ്റത്ത് കൂടെ ഒക്കെ. അങ്ങനെ പിന്നെ വണ്ടിമേൽ ഓന് പോയി സാധനമൊക്കെ വാങ്ങി വന്ന്. അങ്ങനെ എനിക്ക് തൊടിക്കാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആക്കും കൊലായൊക്കെ ഒന്ന് തൊടിച്ചിട്ട്. അപ്പം ഇന്ന് നോമ്പ് തുറക്കാൻ പോകാൻ നമുക്ക് ജാബിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം അവിടേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരമേക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട നോമ്പ് തുറക്കുമ്പോഴേക്ക്. അതുകൊണ്ട് പിന്നെ പണികളൊക്കെ മെല്ലെ മെല്ലെ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തണുത്തിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ദുആന് ഫുഡ് എടുക്കലും കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച്. അപ്പോഴേക്ക് ദുആക്ക് ഉറക്കം വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഓളം ഉറക്കിട്ടോ. ഇപ്പോൾ തൊട്ടിലേൽ അങ്ങനെ ഉറങ്ങലൊന്നുമില്ല. ഇനിയിപ്പോൾ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ തൊട്ടിലാക്കി. അപ്പോൾ കുറച്ച് പണിയാണ് കേട്ടോ, ഉറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ ആട്ടി ഉറക്കലാണേ. അങ്ങനെ ഓളം ഉറങ്ങിയ സമയത്ത് കുറച്ച് ഞാനും ഒന്ന് ഉറങ്ങിയിട്ടോ. അപ്പോഴേക്ക് മീന സ്കൂളൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്ക് 2:30 ആകുമ്പോൾ സ്കൂൾ വിടും കേട്ടോ. 3 മണിയാവും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. നോമ്പുള്ള ടൈമിൽ കേട്ടോ. നോമ്പല്ലാത്ത സമയത്ത് 4 മണി വരെ ആയിരുന്നു. അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷവും ക്ലാസ് ഉണ്ട് കേട്ടോ. തൊട്ട ദിവസത്തെ എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ 4 മണിയാവുള്ളൂ അന്ന് എത്താൻ. എക്സാം ഇല്ലാത്ത ദിവസം ഉച്ച വരെ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഓള് വന്ന് ഓളൊക്കെ കഴുകി വൃത്തിയാക്കി ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. പിന്നെ അത്താഴത്തിനേക്കുള്ള ഫുഡ് റെഡിയാക്കാനുണ്ട്. അത് ഉമ്മ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ ഓരോ പണിയിലാണ് ഉമ്മ. രാത്രി ഭക്ഷണം കഴിച്ച് വന്നാൽ പിന്നെ ഞങ്ങളങ്ങനെ കഴിക്കില്ല. പിന്നെ അത്താഴം എന്ന് പറഞ്ഞാൽ ചോറ് തന്നെ കേട്ടോ കഴിക്കില്ല. അങ്ങനെ പത്തിരി ചപ്പാത്തിയാവൊന്നും നമുക്കത് ശരിയാവില്ല. നമുക്കും ശരിയാവില്ല, എനിക്കും ശരിയാവില്ല. നമ്മൾ ചെറിയ അരിയില്ലേ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാട്ടോ കഴിക്കാവുമ്പോൾ നല്ല സുഖമാണ് കഴിക്കാനും. അങ്ങനെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പോകാൻ. ഇതുവാ മീനിട്ട ഉടുപ്പ് നമ്മളെ ബർത്ത്ഡേൻ്റെ ഉടുപ്പാണ് കേട്ടോ. നമ്മൾ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച നമ്മളെ കസിൻസ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കളറും അവർക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു.
അങ്ങനെ അതിൻ്റെ ഒരു ഷോ കാണിക്കലാണ് കേട്ടോ രണ്ടാൾക്കും. ഈ രണ്ടാൾക്കും ഈ ഉടുപ്പ് തന്നെ കിട്ടുകയും വേണം കേട്ടോ. അത് ഇട്ട അന്ന് മുതൽ തുടങ്ങി നീ അയച്ചു വെക്കലില്ല. ഇതാക്കും ഒരു വിധ ഉടുപ്പുകളൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ, കുത്തുന്നതിനെ കൊണ്ട് അങ്ങനെ കുത്തുന്ന ഉടുപ്പുകൾ. പക്ഷേ ഇതെന്തോ അറിയില്ല, ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ചാട്ടവും കളിയൊക്കെ ആണ്, കഴിച്ച് വെക്കാൻ സമ്മതിക്കില്ല, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അങ്ങനെ അതൊക്കെ ഇടിയിപ്പിച്ച് കൊടുത്ത് അത് ഇടണമെന്ന് പറഞ്ഞിട്ട് ഇടിയിച്ചാണ്. കല്യാണത്തിനിട്ട് പോകുന്ന പോലെയാണ് രണ്ടാളും ഒരുങ്ങിയിട്ടുണ്ടായിന്. ഞാനും ഉമ്മയും പർദ്ദ തന്നെ കേട്ടോ. എനിക്ക് കംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് പർദ്ദയാണ് കേട്ടോ. ഇടുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്, വീട്ടിൽ മാക്സി ഇടും പോലെയാണ്. അങ്ങനെ ഏതായാലും ഒരു 6:15 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 10-15 മിനിറ്റേ ഉള്ളൂ കേട്ടോ ജാബിൻ്റെ വീട്ടിലേക്ക്. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 20-25 മിനിറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ലേനു റോഡ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലേറ്റ് ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുത്ത് കളിക്കാൻ പോയി, ഓടെ വിളിച്ചു കൊണ്ടുവന്നൊക്കെ സെറ്റാക്കി കൊണ്ടുപോയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ. കളിക്കാൻ പോയാൽ എങ്ങനെയാണ് പിന്നെ തിരഞ്ഞു പോയി വിളിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഏതായാലും പിന്നെ നമ്മൾ വീടെത്താനായി. നമ്മൾ അങ്ങനെ ആൾക്കാരൊന്നുമില്ല കേട്ടോ, നമ്മളും പിന്നെ അനിയത്തിൻ്റെ വീട്ടിലുള്ളൂലും ആട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു നോമ്പ് തുറല്ല, നമ്മൾ മാത്രം, വീട്ടുകാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനു. അങ്ങനെ ഏതായാലും നമ്മൾ ജാബിൻ്റെ വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാബി ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം കേട്ടോ. എൻ്റെ മൂത്ത ആങ്ങളൻ്റെ വൈഫാണ്, ഓളെ വീടാണ്, ഓളെ വീട്ടിലേക്കാണ് നോമ്പ് തുറ. അപ്പോൾ ഓല് കുറച്ച് ദിവസമായിട്ടോ അവിടെ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇൻഷാ അല്ലാഹ് അവിടെ ഒന്ന് നോമ്പ് തുറയൊക്കെ ഉണ്ടാക്കണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ ജാബിൻ്റെ വീടാട്ടോ ഇത്. അങ്ങനെ ജാബിൻ്റെ വീടെത്തി. അങ്ങനെ ഞങ്ങളിതാ ഉള്ളിൽ കയറിയപ്പോൾ നമ്മൾ ഇഷമോൾ വന്നിട്ടുണ്ട്. ഇഷമോളും റന്നൂസും 2 മക്കളാട്ടോ കാക്കക്കുള്ളത്. മൂത്ത മോനാണ് റന്നൂസ്, ഇപ്പോൾ ഇഷമോള് പിന്നെ രണ്ടാമത്തെ. ഇഷമോളും ദുആയും വലിയ അടുപ്പല്ല. കാരണം എന്താ അറിയോ, ചെറുപ്പം മുതലേ ഇഷുകുട്ടിക്ക് അതുവരെ കാണുമ്പോൾ ഒരു പേടി പോലെ ആയിരുന്നു കേട്ടോ. ഇപ്പം വലിയ കുഴപ്പമില്ല, എന്നാലും ഈ ഇഷയും മിനയും ഭയങ്കര കൂട്ടാണ്. ഓല ആദ്യം മുതലേ ഇങ്ങനെ കണ്ടൊരു ഭയങ്കര കളിപ്പിക്കലൊക്കെ മിനക്ക്. ഇതൊക്കെ അങ്ങനെ ഒരു മൈൻഡല്ല കേട്ടോ. ഇതൊക്കെ ആരോ തൊടണതും മിണ്ടതൊന്നും ഇഷ്ടമല്ല. ഒക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകണം, ഒറ്റയ്ക്ക് ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡാണ് ആൾക്ക്. പിന്നെ തൊട്ട് നോക്കും ഉമ്മയൊക്കെ ചെയ്തിട്ടുണ്ടായിന് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഈ ഷൂട്ടിനെ. അങ്ങനെ ഈ ഷൂട്ടിൻ്റെ എവിടെ ഒന്ന് തട്ടിപ്പോയപ്പോൾ ചെറിയ മുറി പറ്റിയും ജാബി പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ നോക്കുക കേട്ടോ മിന. അങ്ങനെ അവളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ബാങ്കൊക്കെ വിളിച്ച് നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ മെയിൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിന്. അങ്ങനെ അതൊക്കെ ടേബിൾ മേൽ എത്തി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇനി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ നോമ്പുതറ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. അസ്സലാമു അലൈക്കും.